Hi students, അപ്പോൾ നമ്മൾ fractions എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ ഡിസ്കസ് ചെയ്തേ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു, മിക്സ്ഡ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് മിക്സറിലോട്ടാക്കാം, മിക്സറിനെ എങ്ങനെ നമുക്ക് ഇംപ്രോപ്പറിലോട്ടാക്കാം, പിന്നെ ഫ്രാക്ഷൻസിനെ നമ്പർ ലൈനിൽ റിപ്രസെന്റ് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് നോക്കാം. ആ നെയിമിൽ തന്നെ ഉണ്ട്. എന്താണ് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ equal fractions. Okay, to find an equivalent fraction of a given fraction, you may multiply both the numerator and the denominator of the given fraction by the same number. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ തന്നു, ആ ഫ്രാക്ഷന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഫ്രാക്ഷന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കാണാൻ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫ്രാക്ഷന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ 1/3 എന്ന് പറഞ്ഞതാണ് നമ്മളെ ഫ്രാക്ഷൻ. 1/3 പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണെങ്കിൽ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ. ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മളെ ന്യൂമറേറ്റർ ആയിരിക്കണം ഡിനോമിനേറ്ററിനേക്കാളും വലുത്. ഓക്കെ, അതല്ല നമുക്ക് ഇവിടെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് കാണണം 1/3ന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളെ ക്വസ്റ്റ്യൻ 1/3 ആണ്. 1/3 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/6. ഓക്കെ, അപ്പം 1/3ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 2/6. അതുപോലെ നെക്സ്റ്റ് 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ലോ, ഏത് സെയിം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ചെയ്തത് 3 കൊണ്ടാണ്. അപ്പൊ 1/3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് ചെയ്തു. സെയിം നമ്പർ കൊണ്ടായിരിക്കണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/9 കിട്ടി. അതുപോലെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 4/12. ഓക്കെ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 4/12 കിട്ടി. അപ്പം 4/12ഉം 1/3ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ്. അതുപോലെ നമുക്ക് ഡിഫറെന്റ് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ടാ. ഇനി നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 1 × 5 ചെയ്യാം, 3 × 5 ചെയ്യാം. അപ്പൊ നമുക്ക് 5/15. അപ്പൊ നമുക്ക് പറയാം 1/3ന്റെ വേറൊരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 5/15. ഇനി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ, 7 കൊണ്ട് ചെയ്യാ, 8 കൊണ്ട് ചെയ്യാ, അങ്ങനെ ഏത് നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ ഒരു ഫ്രാക്ഷന് കുറെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. The next, to find an equivalent fraction, we may divide both the numerator and denominator by the സെയിം നമ്പർ. അപ്പൊ മൾട്ടിപ്ലൈ തന്നെ ചെയ്യണമെന്നില്ല, സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഡിവൈഡും ചെയ്യാം. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ 12/15ന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 12ന്റെയും 15നെയും രണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 12/3 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. 15/3 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4/5 ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ഓഫ് 12/15 എന്ന് പറഞ്ഞാൽ എന്താ? 4/5. അപ്പം നമ്മള് ന്യൂമറേറ്റർ കൊണ്ട് ഡിനോമിനേറ്റർ കൊണ്ട് സെയിം നമ്പറിനെ മൾട്ടിപ്ലൈ മാത്രം ചെയ്താൽ മാത്രമല്ല നമുക്ക് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് കിട്ടുക, ഡിവൈഡും ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ 12/15നെ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 4/5. ഓക്കെ, അപ്പം ഒരു ഫ്രാക്ഷനെ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഫൈൻഡ് ദ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ഓഫ് 2/5 വിത്ത് ന്യൂമറേറ്റർ 6. ബട്ട് നമ്മളെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ന്യൂമറേറ്റർ 6 ആയിരിക്കണം. അപ്പം നമ്മളെ ഫ്രാക്ഷൻ ഇതാണ്. അപ്പൊ ന്യൂമറേറ്റർ 6 ആവാൻ നമുക്ക് ന്യൂമറേറ്ററിനെ × 3 ചെയ്യണം അല്ലേ? ന്യൂമറേറ്ററിനെ × 3 ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെയും × 3 ചെയ്യണ്ടേ? യെസ്, × 3.
അപ്പം 6/15. അപ്പൊ 2/5ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് എന്ത്? 6/15 വിത്ത് ന്യൂമറേറ്റർ 6. കണ്ടോ, നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ന്യൂമറേറ്റർ 6 കിട്ടി, 2/5ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 6/15. ന്യൂമറേറ്റർ 6 ആയതുകൊണ്ടാണ് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം നമ്മൾ ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അവർ ആൻസർ ഈസ് 6/15. The next question, find the equivalent fraction of 15/35. 15/35ന്റെ equivalent fraction കാണാ, ഡിനോമിനേറ്റർ 7 ആവണം. അപ്പം ഇതാണ് നമ്മളെ ഫ്രാക്ഷൻ. ഇതിന് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കാണണം. ബട്ട് നമ്മളെ കണ്ടീഷൻ എന്താ? അതിന്റെ ഡിനോമിനേറ്റർ 7 ആയിരിക്കണം. അപ്പൊ ഡിനോമിനേറ്റർ 7 ആവാൻ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 7 × 5 അല്ലേ 35. അപ്പൊ നമുക്കറിയാം ഡിനോമിനേറ്റർ 7 ആണെങ്കിൽ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അത് തന്നെ ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പൊ 15/5 എന്താ? 3. 35/5 എന്ന് പറഞ്ഞാല് 7. സോ നമ്മളെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ എന്ത് കിട്ടി? 3/7. അപ്പം 15/35ന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 7 ആവുന്ന ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 3/7. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടീഷൻസ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ ആ കണ്ടീഷൻസ് അനുസരിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ മാത്രമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഏത് നമ്പർ കൊണ്ടും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആയിരിക്കണം. നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡിവൈഡും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ഓഫ് 15/35 എന്ന് പറഞ്ഞാൽ 3/7. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ തന്നത്? 1/3. 1/3ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ അല്ലേ 3/9. അതെങ്ങനെ ഇക്വിവാലന്റ് ആവും? നമുക്ക് 1/3നെ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 3 ചെയ്തു അല്ലേ? രണ്ടിനെയും ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് അത് 3/9 ആയി. അപ്പൊ നമുക്ക് പറയാം 1/3ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 3/9 അല്ലേ? അപ്പം പ്രൊഡക്റ്റ് ഓഫ് ദ ന്യൂമറേറ്റർ ഓഫ് ദ ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് 1/3യും 3/9 ഇത് രണ്ടും ആണ് എന്ത്? നമ്മളെ ഫ്രാക്ഷൻസ്. ഇത് രണ്ടും ഇക്വിവാലന്റ് ആണ്. അപ്പൊ ഇതിന്റെ ന്യൂമറേറ്ററും ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ സെക്കൻഡിന്റെ ഡിനോമിനേറ്ററും അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 9 എന്താ? 9 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളത്തിൽ എന്താ പറഞ്ഞേ? പ്രൊഡക്റ്റ് ഓഫ് ദ ന്യൂമറേറ്റർ ഓഫ് ദ സെക്കൻഡത്തെ ന്യൂമറേറ്ററും ഫസ്റ്റിന്റെ ഡിനോമിനേറ്ററും അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ദ ന്യൂമറേറ്റർ ഓഫ് ദ സെക്കൻഡിന്റെ ന്യൂമറേറ്ററും ഫസ്റ്റിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 3. അതും എന്ത് കിട്ടി? 9 കിട്ടി. അപ്പൊ പ്രൊഡക്റ്റ് ഈക്വൽ ആണോ? യെസ്, രണ്ടും 9 കിട്ടി. അപ്പം പ്രൊഡക്റ്റ് ഈക്വൽ ആണ്. അതുപോലെ നെക്സ്റ്റ് ഫ്രാക്ഷൻ 4/5. നമുക്കറിയാം 4/5ന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 28/35 അല്ലേ? എന്താ? 5 × 7 ആണ് 35, 4 × 7 ആണ് 28 അല്ലേ? അപ്പം ഇൻറ്റു 7 ചെയ്തപ്പം കിട്ടിയ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യാം? ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 4 × 35 140 കിട്ടി. അതുപോലെ സെക്കൻഡത്തെ ന്യൂമറേറ്ററും ഫസ്റ്റത്തെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. 5 × 28 140 കിട്ടി. അപ്പൊ എന്താ? രണ്ടും ഈക്വൽ അല്ലേ കിട്ടിയത്? അപ്പൊ പ്രൊഡക്ട്സ് ഈക്വൽ ആണ്. യെസ്, അപ്പൊ നമുക്ക് എന്ത് പറയാ? ദ പ്രൊഡക്റ്റ് ഓഫ് ദ ന്യൂമറേറ്റർ ഓഫ് ദ ഫസ്റ്റ് ഫ്രാക്ഷന്റെ എന്ത്? ന്യൂമറേറ്ററും ആൻഡ് ദ ഡിനോമിനേറ്റർ ഓഫ് ദ സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തത് എന്തിന് ഈക്വൽ ആണ്? ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഫസ്റ്റിന്റെ ഡിനോമിനേറ്ററും സെക്കൻഡിന്റെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്തതും ഈക്വൽ ആണ് അല്ലേ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. അതുപോലെ ഇതിന്റെ ന്യൂമറേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തത് ഇതിന്റെ ന്യൂമറേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദീസ് ടു പ്രൊഡക്ട്സ് ആർ കോൾഡ് ക്രോസ് പ്രൊഡക്റ്റ്. അങ്ങനെ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും മറ്റേ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തത് ഈ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും മറ്റേതിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്ട്സ് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാ കേസിലാണ്? ഇക്വിവാലന്റ് ഫ്രാക്ഷൻസിന്റെ കേസിലാണ് സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം നമ്മൾ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് ആണ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയത്. അപ്പോഴും നമുക്ക് എന്ത് പ്രൊഡക്ട്സ് ഈക്വൽ ആണ് കിട്ടി. അതിനെ നമ്മൾ ക്രോസ് പ്രൊഡക്ട്സ് എന്ന് പറയും. ഓക്കെ,
The next simplest form of a fraction. അപ്പൊ നമ്മൾ ക്രോസ് പ്രൊഡക്ട്സ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ ഫ്രാക്ഷൻ നോക്കാം. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ എങ്ങനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. A fraction is said to be in the simplest or lowest form. അപ്പൊ സിംപ്ലസ്റ്റ് ഫോമിനെ നമുക്ക് വേറൊരു പേരും പറയാം, ലോവസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ ഫോമിലോട്ട്. ഓക്കെ, if its numerator and denominator have no common factor except one. വൺ അല്ലാത്ത വേറെ ഏത് കോമൺ ഫാക്ടറും അതിന്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഉണ്ടാവാൻ പാടില്ല. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യാ, ഉണ്ടാവാൻ പാടില്ല. ഏത് കോമൺ ഫാക്ടർ എക്സെപ്റ്റ് വൺ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 36/54 കണ്ടോ, 36/54 നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി, 218 കിട്ടി. അതുപോലെ നമ്മളെ ഡിനോമിനേറ്റർ ആയ 54നെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ 36നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 54നെയും 2 കൊണ്ട് ചെയ്യണം, എന്നാലല്ലേ നമ്മളുടെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുള്ളൂ. അപ്പൊ 18/27 കിട്ടി. ഇനി ഇതിനെ അഗെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്തൂടെ, 18/27നെ 18നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 27നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2/3 കിട്ടി. അപ്പം 36/54ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് എന്ത്, 2/3. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഇങ്ങനെ റെഡ്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി. ആദ്യം 2 കൊണ്ട് ചെയ്തു, അപ്പൊ 18/27 കിട്ടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് ചെയ്യാം, അഗെയിൻ ഇതിനെ 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ അഗെയിൻ പിന്നെയും 3 കൊണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് 9 കൊണ്ട് ചെയ്തത്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് 2/3. അപ്പൊ നമ്മൾ നോക്കുക, 2ക്കും 3ക്കും വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ല, 1 അല്ലാത്ത വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതൊരു ലോവസ്റ്റ് ഫോം ആണ്. ലോവസ്റ്റ് ഫോം ആണെങ്കിൽ എന്താ കണ്ടീഷൻ, if its numerator and denominator have no common factor except one. 1 അല്ലാത്ത ഒരു കോമൺ ഫാക്ടറും പറ്റൂല. അപ്പൊ 2ക്കും 3ക്കും 1 അല്ലാത്ത കോമൺ ഫാക്ടർ ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് പറയാം 36/54ന്റെ ലോവസ്റ്റ് ഫോം അഥവാ സിംപ്ലസ്റ്റ് ഫോം ആണ് 2/3. Then next, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇതിനെ ഡിവൈഡ് ചെയ്ത് 36/54നെ 2 കൊണ്ട് ചെയ്തു, പിന്നെ 3 കൊണ്ട് ചെയ്യാം, പിന്നെ 3 കൊണ്ട് ചെയ്യാം, പിന്നെ നമ്മളിവിടെ 9 കൊണ്ട് ചെയ്തു, 2 കൊണ്ട് ചെയ്തിട്ട് 9 കൊണ്ട് ചെയ്തു. അപ്പൊ അതിനൊരു സിമ്പിൾ വേ ഉണ്ട് നമുക്ക് ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ. അതെന്താ, the shortest way to find the equivalent fraction in the simplest form is to find the HCF. HCF എന്ന് പറഞ്ഞാൽ എന്താ, highest common factor of the numerator and the denominator. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും HCF കണ്ടിട്ട് ആ HCF കൊണ്ട് നമ്മള് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സ്റ്റെപ്പ് വേണ്ട, ജസ്റ്റ് HCF കാണുക, HCF കണ്ടിട്ട് അതിനെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്റർ കൊണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിംപ്ലസ്റ്റ് ഫോം അഥവാ ലോവസ്റ്റ് ഫോം കിട്ടും. ഇപ്പൊ 36ഉം 54ഉം 36ന്റെയും 54ന്റെയും HCF കാണാം. എന്നിട്ട് HCF കണ്ടിട്ട് HCF നമ്മൾ എങ്ങനെയാ കാണുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് കോമൺ ഫാക്ടർ അല്ലെ, കോമൺ ഫാക്ടേഴ്സ് എടുക്കും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ HCF കണ്ടിട്ട് HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലോവസ്റ്റ് ഫോം കിട്ടും. അതാണ് ഏറ്റവും സിമ്പിൾ ഫോം, ഒരു സിംപ്ലസ്റ്റ് വേ. ഇനി ഇതുപോലെയും നമുക്ക് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് പോയിട്ട് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എത്തിക്കും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 മെത്തേഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെയിം ആൻസർ ആണ് കിട്ടുക. നമ്മളെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ബട്ട് ഷോർട്ടസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ HCF കണ്ടിട്ട് HCFനെ ന്യൂമറേറ്ററും ഡിവൈഡും ആയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലോവസ്റ്റ് ഫോം അഥവാ സിംപ്ലസ്റ്റ് ഫോം കിട്ടുക. ഇവിടെ കണ്ടോ എക്സാമ്പിൾ 36/24. നമ്മുടെ ഫ്രാക്ഷൻ എന്താ ഇവിടെ, 36/24. അപ്പൊ 36ന്റെയും 24ന്റെയും HCF എന്താ, 12 ആണ് അല്ലെ. നമ്മള് നേരത്തെ ചെയ്തത് 36/54 ആയിരുന്നു, ഇവിടെ 36/24 ആണ്. അപ്പൊ 36ന്റെയും 24ന്റെയും HCF ഇവിടെ 12 ആണ്. അതെങ്ങനെ നമുക്ക് കിട്ടി, 36നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 36 divided by 2 എന്താ, 18. 18നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 9, 9നെ 3 കൊണ്ട് ചെയ്തു,
3 3 1. അപ്പൊ 36നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അതുപോലെ 24നെ ചെയ്യാം. അപ്പം 24നെയും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇങ്ങനെ കിട്ടി. എന്നിട്ട് രണ്ടും കൂടി എഴുതുമ്പോൾ 2 × 2 × 3 × 3 ആണ് 36ന്റെ. 24ന്റെ എന്താ 2 × 2 × 2 × 3. എന്നിട്ട് ഇതിൽ രണ്ടിലും കോമൺ ഉള്ളത് എഴുതാം. ഒരു 2 ഉണ്ട് രണ്ടിലും. അപ്പൊ 2 × വീണ്ടും ഒരു 2 പേഴ്സ് ആക്കിയിട്ടുണ്ട് ഇൻറ്റു. ഇനി എന്താ കോമൺ ആയിട്ടുള്ളത് 3 ആണുള്ളത്. 3. അപ്പൊ 2 × 2 4 4 × 3 12. അപ്പൊ നമുക്ക് എന്ത് പറയാ ഇത് രണ്ടിന്റെയും HCF 12 ആണ്. ഇങ്ങനെയാണ് നമ്മൾ HCF കാണാം. അപ്പൊ 12 കിട്ടി. 12 കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം അഥവാ ലോവസ്റ്റ് ഫോം കിട്ടും. കണ്ടോ 12 കണ്ടു HCF. ഇനി നമ്മൾ എന്താ ചെയ്യാ 36നെയും 24നെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പൊ ഏറ്റവും ചെറിയ ഫോം അല്ലേ 3/2. 3/2ന് കോമൺ ഫാക്ടർ 1 അല്ലാത്ത വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ലല്ലോ. അപ്പൊ അതാണ് സിംപ്ലസ്റ്റ് ഫോം. സിംപ്ലസ്റ്റ് ഫോം ഓഫ് 36 and 24 ഈസ് 3/2. ഇനി HCF കാണാതെ നമുക്ക് ആദ്യം 2 കൊണ്ട് ചെയ്യാം. കിട്ടിയ ആൻസറിനെ അഗെയിൻ 2 കൊണ്ട് ചെയ്യാം. അഗെയിൻ 2 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യാം. അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എന്താ കുറെ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എന്താ HCF കണ്ടാല് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഫ്രാക്ഷൻ 3/2 ഈസ് ഇൻ ദ ലോവസ്റ്റ് ഫോം. അപ്പൊ 3/2 എന്തായി ലോവസ്റ്റ് ഫോമിലായി. Thus, HCF helps us to reduce a fraction to its lowest form. അപ്പൊ നമ്മളെ ഒരു ഫ്രാക്ഷനെ ലോവസ്റ്റ് ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ HCF ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. HCF കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബ്ലംസ് നോക്കിയാലോ. എന്താ പ്രോബ്ലംസ്? Write the fractions and pair up the equivalent fractions from each row. നമുക്ക് എല്ലാത്തിന്റെ ഫ്രാക്ഷൻസും എഴുതണം. എന്നിട്ട് ഫ്രാക്ഷൻസ് ഈ ഒരു റോയിലുള്ള ഫ്രാക്ഷൻസ് ഈ റോയിലുള്ള ഏത് ഫ്രാക്ഷൻസിനാണ് ഈക്വൽ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ എന്ത് വരും? ടോട്ടൽ 2 ആണ്. അതിലൊരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ 1/2 ആണ്. ഇനി ഇതിന്റെ നോക്കിയാലോ. ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 1 2 3 4 5 6. ടോട്ടൽ 6 പാർട്ട് ഉണ്ട്. 6ല് എത്ര പാർട്ടാ ഷെയ്ഡ് ചെയ്തത്? 4. 4/6നെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്തൂടെ? എന്താ ചെയ്യാ? 4ന്റെ ഹാഫ് 2 ആണ്. 6ന്റെ ഹാഫ് 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 2/3. 4/6 എന്ന് പറഞ്ഞാല് 2/3. സിംപ്ലസ്റ്റ് ഫോം നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 പാർട്ടാണുള്ളത്. 9ല് എത്ര പാർട്ടാ ഷെയ്ഡ് ചെയ്തത്? 3. 3/9 ആണ് അല്ലേ? 3/9 നമുക്ക് റെഡ്യൂസ് ചെയ്തൂടെ? രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 1/3 കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ 1/3. ഓക്കെ, 3/9 എന്തായി? 1/3 ആയി. ഇനി അടുത്തത് എന്താ? ഇതിൻ്റെത് എന്താ കിട്ടിയത്? 2/3. അടുത്തത് എത്ര പാർട്ട് ഉണ്ട്? 1 2 3 4 5 6 7 8. ടോട്ടൽ 8 പാർട്ട് ഉണ്ട്. 8 പാർട്ടിൽ 2 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ 2/8 റെഡ്യൂസ് ചെയ്യുമ്പോ എന്ത് കിട്ടും? 1/4 അല്ലേ? ഇനി അടുത്തത് നോക്കുക. ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 4 പാർട്ട്. 4 പാർട്ടിൽ 3 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ എല്ലാത്തിൻ്റെയും കിട്ടി. ഫസ്റ്റ് 1/2, പിന്നെ 2/3, പിന്നെ 1/3, പിന്നെ 1/4, പിന്നെ 3/4. ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കുക. ഇവിടെ എത്ര പാർട്ടുണ്ട് ഷെയ്ഡ് ചെയ്തത്? ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ടോട്ടൽ 18 പാർട്ട് ഉണ്ട്. അതിൽ എത്ര ഷെയ്ഡ് ചെയ്തത്? ടോട്ടൽ 18 പാർട്ടില് ഷെയ്ഡ് ചെയ്തത് 1 2 3 4 5 6. 6 എന്നാണ് ഷെയ്ഡ് ചെയ്തത്. 6/18 നമുക്ക് റെഡ്യൂസ് ചെയ്തൂടെ? രണ്ടും 6ന്റെ മൾട്ടിപ്പിൾ ഉള്ളതല്ലേ? അപ്പൊ രണ്ടിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. 1/3. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. 1 2 3 4 5 6 7 8. ടോട്ടൽ 8 പാർട്ട് ഉണ്ട്. 8 പാർട്ടിൽ 4 എണ്ണം ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 2/4. ഇതിനെ അഗെയിൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/2 അല്ലേ? 4/8നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ
1/2. ഇനി അടുത്തത് നോക്കാം. അടുത്തതിൽ എത്ര ഉണ്ട് ടോട്ടൽ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ടോട്ടൽ 16 പാർട്ട് ഉണ്ട്. അതിൽ എത്ര പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 12 പാർട്ട് ഷെയ്ഡ് ചെയ്തു. ഇനി റെഡ്യൂസ് ചെയ്തൂടെ? 12നെയും 16നെയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 12ഉം 16ഉം. നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? പറ്റുമോ? ഇല്ല, 16 പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6/8 കിട്ടും അല്ലേ? 6/8. 6/8നെ അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4. അപ്പൊ 3/4 ആണ് കോമൺ ഫാക്ടർ. 1 അല്ലാത്ത വേറെ ഏത് കോമൺ ഫാക്ടറും ഇല്ല 3/4. അപ്പൊ 3/4 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ 12 പാർട്ടാണ് ഉള്ളത്. ഓക്കെ, ടോട്ടൽ 12 പാർട്ട് ഉണ്ട്. അപ്പം ടോട്ടൽ 12 പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ 12 പാർട്ടിൽ നമുക്ക് എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8. ടോട്ടൽ 12 വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലല്ലേ വരിക? യെസ്, 12. എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8. 8 എണ്ണാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പം എത്ര? 8 എണ്ണം ഷെയ്ഡ് ചെയ്തു. ഓക്കെ, 8/12നെ നമുക്ക് റെഡ്യൂസ് ചെയ്തൂടെ? എന്ത് വരും? 8/12നെ റെഡ്യൂസ് ചെയ്യുമ്പം 4/6. അഗെയിൻ റെഡ്യൂസ് ചെയ്യുമ്പം 2/3. അപ്പൊ 2/3 ആണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് ലാസ്റ്റ് വന്ന് നോക്കിയാലോ എത്ര ടോട്ടൽ പാർട്ട് ഉണ്ട്? എണ്ണിയൊക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ടോട്ടൽ 16 പാർട്ട് ഉണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തത് 1 2 3 4 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. ഇതിനെ റെഡ്യൂസ് ചെയ്തൂടെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ രണ്ടിനെയും. അപ്പൊ എന്ത് കിട്ടും? 1/4. അപ്പൊ എല്ലാം ഫ്രാക്ഷനിൽ എഴുതി. ഇനി നമുക്ക് നമ്മളോട് പെയറപ്പ് ചെയ്യാൻ പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഈ 1/2 ഇവിടെ ഏതാ 1/2 ഉള്ളത്? 2. അപ്പം എ ഏതിനാ പെയറ്? 2നാണ് പെയർ. ഓക്കെ, ഈ എയും ഈ 2ഉം രണ്ടും 1/2 ആണ്. അപ്പൊ എയും 2ഉം പെയറാണ്. ഇനി ഇത് 2/3 ആണ്. 2/3 ഉള്ളത് ഇതിൽ ഏതാ ഉള്ളത്? യെസ്, ഫോർത്ത് വൺ ആണ് 2/3. അപ്പൊ നമുക്ക് എന്ത് പറയാ? B4നാണ് പെയറ്. B4നാണ് പെയറ്. ദെൻ നെക്സ്റ്റ് വൺ സി എന്താ? 1/3. അപ്പൊ 1/3 ഉള്ളത് ഇതിൽ ഏതാ ഉള്ളത്? ഫസ്റ്റ് വൺ. അപ്പൊ നമുക്ക് പറയാ സി ഫസ്റ്റ് വണ്ണിനാണ് പെയറ്. ഓക്കെ, ദെൻ ഡി നമുക്ക് കിട്ടിയത് 1/4 ആണ് അല്ലെ? ഡി 1/4 ആണെങ്കിൽ 1/4 5 ആണ്. അപ്പം ഡി 5നാണ് പെയറ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ 3/4 ഇ. അപ്പൊ 3/4 ഇ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? ഇതിൽ 3/4 ഏതാ? 3 അല്ലേ? അപ്പം ഈ പെയറ് 3നാണ്. അപ്പൊ നമ്മൾ ആദ്യം എല്ലാത്തിന്റെ ഫ്രാക്ഷനും കണ്ടു, എന്നിട്ട് എല്ലാത്തിനെയും ലോവസ്റ്റ് ഫോമിലോട്ടാക്കി, ലോവസ്റ്റ് ഫോം എന്നിട്ട് ഓരോന്നും മാച്ച് ആക്കിയിട്ട് എഴുതി. ഓക്കെ, അപ്പം ഫ്രാക്ഷൻസ് എഴുതി, എന്നിട്ട് നമ്മൾ മാച്ച് ആക്കിയിട്ട് എഴുതി. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരും, ഷെയ്ഡ് ചെയ്തിട്ട് നമ്മളോട് ഫ്രാക്ഷൻ എഴുതാൻ പറയും, എന്നിട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാനും പറയും. The next question, replace dash in each of the following by the correct number. നമുക്ക് ഇവിടെ ഒരു ഡാഷ് തന്നിട്ടുണ്ട്. ആ ഡാഷിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് നമ്പർ ഏതാണ്? നമ്മൾ 2/7 is equal to 8/dash. എന്താ? 2/7 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ 8 നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താ വരിക? നമുക്കറിയാം 2നെ into 4 ചെയ്യുമ്പോഴാണ് അത് 8 ആവുക. അപ്പൊ നമ്മൾ എന്താണോ ന്യൂമറേറ്ററിൽ ചെയ്തത് അത് തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലും ചെയ്യണം അല്ലേ? അപ്പൊ 2നെ into 4 ചെയ്തപ്പം 8 ആയി. അപ്പൊ നമ്മൾ 7നെയും into 4 ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 28. 2 into 4 ആണ് 8. അപ്പൊ 7 into 4 28. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 3/5. കണ്ടോ? 3/5 ഈസ് ഈക്വൽ ടു ഡാഷ് ബൈ 20. ഡിനോമിനേറ്റർ 20 ആണ്. നമ്മളിവിടെ ഡിനോമിനേറ്റർ 5 ആണ്. അപ്പൊ 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക?
5 into 4 ആണ് അല്ലെ 20. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3നെയും into 4 അല്ലേ ചെയ്യേണ്ടത്? യെസ്. അപ്പൊ നമുക്ക് 12 കിട്ടും. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ എന്താ? 12/20. അപ്പൊ എന്താണോ നമ്മൾ ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്ററിലോ ചെയ്യുന്നത് അതന്നെ സെയിം മറ്റേലും ചെയ്യണം. ഓക്കെ. The next one 45 എങ്ങനെ നമുക്ക് 15 കിട്ടി? എങ്ങനെ 45നെ എന്തുകൊണ്ടോ ഡിവൈഡ് ചെയ്തപ്പോഴാണ് 15, മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൂടെയാണ് ചെയ്യുക, ഇവിടെ നമുക്ക് കുറഞ്ഞാണ് അല്ലേ ചെയ്തത്. അപ്പൊ 45നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്. 45നെ ഏത് നമ്പർ കൊണ്ടാ ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടുക? 15 into ഏത് നമ്പറാ 45 വരിക? 15 into 3 ചെയ്താൽ എന്ത് കിട്ടും? 5 into 3 15, 1 into 3 3, 3 plus 1 4, 45 അല്ലേ? അപ്പം 45 into 3 divided by 3 ചെയ്തപ്പോൾ 45 divided by 3 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 15 കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 16നെയും divided by 3 ചെയ്യണം. ഓക്കെ. 60 divided by 3, 2 3s are 6, then നമുക്ക് എന്താ 0 മേലോട്ട് ചെയ്ത അപ്പൊ എന്താ 20. അപ്പൊ നമ്മളെ ഡിനോമിനേറ്റർ ഇവിടെ എന്താ കിട്ടിയത്? 20. അപ്പൊ നമ്മൾ എന്താണോ ന്യൂമറേറ്ററിൽ ചെയ്യുന്നത് അതന്നെ ഡിനോമിനേറ്ററിലും ചെയ്തു. 45 divided by 3 ചെയ്തപ്പോഴാണ് 15 കിട്ടിയത്. അപ്പൊ 16നെയും divided by 3 ചെയ്യുമ്പോൾ 20 കിട്ടും. ഓക്കെ. Then next, find the equivalent fraction of 3/5. 3/5ന്റെ equivalent fraction കാണുക. ഡിനോമിനേറ്റർ 20 ആയിരിക്കണം. Then അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ 9 ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഇക്വിവാലന്റ് ഫ്രാക്ഷൻ എഴുതിയാൽ പോരാ, ഡിനോമിനേറ്റർ 20 ഉള്ളത്. ഫസ്റ്റ് വൺ ഡിനോമിനേറ്റർ 20. അപ്പൊ നമുക്കറിയാം 3/5 is equal to ഡിനോമിനേറ്റർ 20 ആണ്. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ കാണണം. ഡിനോമിനേറ്റർ 20 ആവാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? into 4 ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ന്യൂമറേറ്ററും into 4 ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 12/20. ഓക്കെ. അപ്പൊ ഡിനോമിനേറ്റർ 20 ആവാൻ into 4 ചെയ്താൽ മതി. അപ്പം ന്യൂമറേറ്ററിനെയും into 4 ചെയ്യണം. സോ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ഈസ് 12/20. Then second question 3/5 തന്നെയാണ്. നമ്മളോട് എന്താ പറഞ്ഞേ? ന്യൂമറേറ്റർ 9. ന്യൂമറേറ്റർ 9 ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ into 3 ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിനെ നമ്മൾ into 3 ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? into 3 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9/15. അപ്പൊ നമ്മൾ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ എന്താ? വിത്ത് ഡിനോമിനേറ്റർ 9 ഈസ് 9/15. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടീഷൻസ് തന്നാൽ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ. Then next one, find the equivalent fraction of 36/48. 36/48ന്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കാണണം. ന്യൂമറേറ്റർ 9. ന്യൂമറേറ്റർ 9 ആവണം. ന്യൂമറേറ്റർ 9 ആയാൽ ഡിനോമിനേറ്റർ എന്താവണം? അത് നമുക്ക് നോക്കാം. 36നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ്? മൾട്ടിപ്ലൈ ആണ് അവിടെ അല്ല, കാരണം ഈ ഫ്രാക്ഷനേക്കാളും ചെറുതായിട്ടാണ്. 36ന്റെ ചെറുതാണ് കിട്ടിയത്. അപ്പൊ ഡിവിഷൻ ആയിരിക്കും അല്ലേ. അപ്പം 36നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 9 കിട്ടുക? 4 കൊണ്ടല്ലേ. 4 into 9 അല്ലേ 36. അങ്ങനെയാണെങ്കിൽ 48നെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പം 48 divided by 4 എന്താ? 48/4. 1 4s are 4, 8, 2 4s are 8. എന്ത് കിട്ടി? 12. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 12. അപ്പൊ 36/48ന്റെ ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 9/12. ന്യൂമറേറ്റർ 9 ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 12 ആയിരിക്കും. Then next, ഡിനോമിനേറ്റർ 4 ആണ് പറഞ്ഞത്. ഡിനോമിനേറ്റർ 4. അപ്പൊ 36/48. ഡിനോമിനേറ്റർ 4 ആണ് ഇത് പറഞ്ഞത്. അപ്പൊ 48നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക? ആ നമ്പറിനെ തന്നെ നമ്മൾ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 48 4 കൊണ്ട് ചെയ്യുമ്പോൾ 1 4s are 4, 8, 2 4s are 8 അല്ലേ. അപ്പൊ നമുക്കറിയാം 12 കൊണ്ട് 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 4 കിട്ടുക. 12 into 4 അല്ലേ 48. 2 into 4 8, 1 4s are 4. നമ്മൾ മേലെ അതേപോലെ 12 എന്നപ്പോൾ 4 ആയിരുന്നു അല്ലേ. അപ്പം 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ കാണാൻ 36നെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 12 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
12 into 3 അല്ലേ 36. 3 into 2 6. 1 3s are 3. 36. അപ്പൊ 3 into 12 36. അപ്പൊ നമുക്ക് എന്ത് പറയാം 3/4. ഓക്കെ, അപ്പൊ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 3/4. 36/48 ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ് 3/4. അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടീഷൻസ് തന്നു. അപ്പൊ ഡിവിഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ചെറുതാണെങ്കിൽ ഡിവിഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് വലുതാണ് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തന്നതിനേക്കാളും, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് ചെറുതായത് കൊണ്ട് ഡിവിഷൻ ആണ്. ഓക്കെ, the next question, check whether the given fractions are equivalent. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അത് ഇക്വിവാലന്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ 5/9, പിന്നെ എന്താ തന്നത് 30/54. അപ്പൊ നമുക്കറിയാം 30 എപ്പോഴാവുക 5 എപ്പോഴാ 30 ആവുക 5 into 6 ചെയ്യുമ്പോ 5 into 6 അല്ലേ 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ 9ഉം എന്തായിരിക്കണം into 6 ആയിരിക്കണം. 9 into 6 54 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ, ഇത് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ്. ഇത് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആണ്. യെസ്, ദിസ് ഈസ് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ. Okay, then what about second one? 3/10ഉം 12/50ഉം. അപ്പൊ നമുക്കറിയാം 10നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 50 ആവുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 12 കിട്ടുക, 3നെ into 4 ചെയ്യുമ്പോഴാണ് 12 കിട്ടുക. അപ്പൊ 10നെയും into 4 ചെയ്യണം. അപ്പൊ ഇവിടെ 50 ആവാൻ പറ്റുമോ? ഇല്ല, 40 ആയിരിക്കണം. അപ്പൊ 12/40 ആണെങ്കിൽ അതൊരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് വേണം 15/50 ആയിരിക്കണം. ഓക്കെ, 15/50 ആയിരിക്കണം. 3 into 5 15, 10 into 5 50. അങ്ങനെ. അപ്പൊ ഇവിടെ നമുക്ക് 3/10ഉം 12/50ഉം ആണ് തന്നത്. അപ്പൊ ഇതെന്തല്ല ഇക്വിവാലന്റ് ഫ്രാക്ഷൻ അല്ല. കാരണം നമുക്ക് into 4 ചെയ്യുമ്പോൾ 50 അല്ല കിട്ടുന്നത്. അപ്പം ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാണ്ട് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ എന്താ ചെയ്യുക, സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് 1 ചെയ്തപ്പോൾ നമുക്ക് 6 കൊണ്ട് ചെയ്തപ്പം സെയിം ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് കിട്ടി. സെക്കൻഡ് 1 നമ്മൾ into 4 ചെയ്തപ്പോൾ ന്യൂമറേറ്റർ 12 ആണ്, ബട്ട് ഡിനോമിനേറ്റർ 40 ആണ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് 50 കിട്ടി. അപ്പൊ ഇത് ഇക്വിവാലന്റ് ഫ്രാക്ഷൻ അല്ല. Okay, the next question. Reduce the following fractions to its simplest form. നമുക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇതിൽ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാനാണ്. അപ്പൊ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ ആദ്യം നമ്മൾ എന്ത് കാണണം, HCF കാണണം അല്ലേ? അപ്പൊ 48ന്റെയും 60യുടെയും HCF കാണണം. അപ്പൊ HCF കാണാൻ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 48/2 which is equal to 24. 24നെ again നമ്മൾ എന്ത് ചെയ്യും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 12 എന്ന് കിട്ടി. ഓക്കെ, 12 again ഒരു ഈവൻ നമ്പർ അല്ലേ, അപ്പൊ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പൊ 6 എന്ന് കിട്ടി. 6നെ again 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടി. then 3 1. അപ്പൊ 48നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അതുപോലെ നമ്മൾ 60നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 60/2. അപ്പൊ 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 30. 30നെ 2 കൊണ്ട് ചെയ്യുമ്പം 15. then 15 എന്താ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ 3 കൊണ്ട് ചെയ്യുന്നു. 3 കൊണ്ട് ചെയ്യുമ്പം 5 എന്ന് കിട്ടി. 5 1. അപ്പം നമ്മൾ 48നെയും 60നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. 48 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 into 2 into 3. then what about 60? 60 എന്താ 2 into 2 into 3 into 5. അപ്പൊ നമുക്ക് സെയിം ആയിട്ട് വരുന്നത് ഒരു 2 ഉണ്ട്, then വേറെ ഒരു പെയർ 2 ഉണ്ട്, then നമുക്ക് 3 ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ HCF എന്ത് വരും 2 into 2 into 3 which is equal to 4 into 3 which is equal to 12. അപ്പൊ നമ്മളെ HCF ഇവിടെ നമുക്ക് 12 ആണ് കിട്ടിയത്. അപ്പൊ ഇനി ഈ ഒരു ഫ്രാക്ഷന് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ നമുക്ക് ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് 48/12 60/12. അപ്പം രണ്ടിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സിംപ്ലസ്റ്റ് ഫോം കിട്ടും 48/12. അപ്പം 12 into 4 into 2 8,
1 4s are 4. അപ്പം 4 into 12 ആണ് 48 അല്ലേ? അപ്പം 48 divided by 12 എന്താ? 4. Then next 60 divided by 12. 60 divided by 12. അപ്പം എന്ത് കിട്ടും? 12 into 5 ആണോ നോക്കാം. യെസ്, 12 into 5 ആണ് 60. അപ്പം 5 12s are 60. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 60 divided by 12 എന്ന് വന്നാൽ 5. അപ്പൊ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 48 by 60 ഈസ് 4/5. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താ? 48 by 60 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അഗെയിൻ 2 കൊണ്ട് ചെയ്ത് പോകണം. അപ്പൊ സിംപ്ലസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം HCF കാണുക, എന്നിട്ട് HCF കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. Okay, then what about next question? 150 divided by 60. അപ്പോൾ നമുക്ക് ഈ 0 പോക്കിയാൽ ബാക്കി 15 by 6 എന്ന് വരും. ഇനി 15നെയും 6നെയും നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്തൂടെ? രണ്ടും 3ന്റെ മൾട്ടിപ്പിളിലുള്ളതല്ലേ? യെസ്, 15നെയും 3 കൊണ്ട് ചെയ്യാം, 6നെയും 3 കൊണ്ട് ചെയ്യാം. 15 divided by 3 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. 6 divided by 3 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 5/2. അപ്പൊ 150 by 60ന്റെ ലോവസ്റ്റ് ഫോം ആണ് 5/2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആദ്യം HCF കണ്ടിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ പറ്റുമോ? ഇല്ല. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലാതെ വേറൊരു കോമൺ ഫാക്ടറും പറ്റില്ല. 4നും 5നും 1 അല്ലാത്ത ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ 4/5 ആണ് സിംപ്ലസ്റ്റ് ഫോം. അതുപോലെ 5/2, 5നും 2നും 1 അല്ലാത്ത വേറെ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ 5/2 ആണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. Okay. Then next question. Ramesh had 20 pencil. രമേശിന്റെ കയ്യിൽ എത്ര പെൻസിൽ ഉണ്ട്? ടോട്ടൽ 20 പെൻസിൽ ഉണ്ട്. ടോട്ടൽ രമേശിന്റെ കയ്യിൽ 20 പെൻസിൽ. ഓക്കെ. ഷീലു ഹാഡ് 50 പെൻസിൽ. ഷീലുവിന്റെ കയ്യിൽ ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ട്? 50 പെൻസിൽ. ഓക്കെ. ദെൻ ജമാൽ ഹാഡ് 80 പെൻസിൽ. ജമാലിന്റെ കയ്യിൽ ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ട്? 80 പെൻസിൽ. ഓക്കെ, 80 പെൻസിൽ ആണ് ടോട്ടൽ ഉള്ളത്. ഇനി ആഫ്റ്റർ 4 months, എന്നിട്ട് 4 മാസത്തിന് ശേഷം രമേശ് യൂസ്ഡ് 10 പെൻസിൽ. അപ്പൊ രമേശ് ആഫ്റ്റർ 4 months ഉള്ളതാണ് ഇവിടെ എഴുതുന്നത്. 10 പെൻസിൽ യൂസ് ചെയ്തു. ഷീലു യൂസ്ഡ് 25 പെൻസിൽ. 25 പെൻസിൽ യൂസ് ചെയ്തു. Okay, then what about Jamal? Jamal used 40 pencil. 40 pencil use ചെയ്തു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? What fraction did each use up? ഓരോരുത്തരും എടുത്തതിന്റെ ഫ്രാക്ഷൻ. അപ്പം ആദ്യം രമേശിന്റെ നോക്കാം. രമേശ് യൂസ് ചെയ്തത് 10 ആണ്. എത്ര ഉണ്ടായിരുന്നു ടോട്ടൽ? 20. അപ്പൊ 0യും 0യും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2. ഓക്കെ, ഇനി അടുത്തത് ഷീലുവിന്റെ നോക്കാം. ഷീലു യൂസ് ചെയ്തത് 25 ആണ്. ടോട്ടൽ ഷീലുവിന്റെ അടുത്ത് എത്ര ഉണ്ടായിരുന്നു? 50. അപ്പൊ 25/50. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/25 1 ആണ്. 50/25 2. അതും 1/2 കിട്ടി. ദെൻ ജമാലിന്റെ നോക്കാം. ജമാലിന്റെ യൂസ് ചെയ്തത് 40 ആണ്. ടോട്ടൽ 80 പെൻസിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. 0യും 0യും ക്യാൻസൽ ചെയ്താൽ 4/8 കിട്ടും. 4/8നെ അഗെയിൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 കിട്ടും. അപ്പം മൂന്നാളും ഹാഫ് ആണ് അല്ലെ യൂസ് ചെയ്തത്. ചെക്ക് ഇഫ് ഈച്ച് ഹാസ് യൂസ്ഡ് അപ്പ് ആൻ ഈക്വൽ ഫ്രാക്ഷൻ ഓഫ് ഹെർ ഓർ ഹിസ് പെൻസിൽ. യെസ്, മൂന്നാളും ഈക്വൽ ഫ്രാക്ഷൻ അല്ലേ യൂസ് ചെയ്തത്. അപ്പം മൂന്നാളും ഈക്വൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്തത്. ആഫ്റ്റർ 4 months മൂന്നാളും ഹാഫ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് പഠിച്ചു അല്ലെ. ഒരു ഫ്രാക്ഷൻ എന്നാൽ ഈക്വൽ ഫ്രാക്ഷൻസ് നമ്മൾ എങ്ങനെ കാണാം? സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ഫ്രാക്ഷനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ പഠിച്ചു. സിംപ്ലസ്റ്റ് ഫോമിലോട്ട് നമ്മൾ എങ്ങനെയാക്കുക? HCF കാണുക. HCF കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.